പ്രിയരെ, നമുക്ക് കുടജാദ്രി മലനിരകൾ വരെ ഒന്ന് പോയി വരാം. കൊല്ലൂരിലെ സാക്ഷാൽ ജഗദംബിയെ ദർശിച്ച് കുടജാദ്രിയിലേക്ക് ഞങ്ങൾ പുറപ്പെടുമ്പോൾ പ്രഭാതം പിന്നിട്ടിരുന്നു. കുടജാദ്രി ശ്രീ മൂകാംബികാദേവിയുടെ മൂലസ്ഥാനം. കൊല്ലൂരിലെത്തുന്ന ഭക്തരേവരും കണ്ടു വന്ദിക്കാൻ ആഗ്രഹിക്കുന്ന മലകളുടെയും വനങ്ങളുടെയും സംഗമസ്ഥലി. പാർക്കിംഗ് ഗ്രൗണ്ടിനടുത്തു നിന്ന് ജീപ്പിൽ കയറിയാണ് സഞ്ചാരം. ദൂരം കുറച്ചുണ്ട് കുടജാദ്രിയുടെ അടിവാരത്തെത്താൻ. ടാർ ചെയ്ത പാതയിലൂടെ അതിവേഗം കുതിച്ചുപായുന്ന ജീപ്പുകൾ. കുടജാദ്രിയെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന കുതിരകളാണിവ. ഇരുവശങ്ങളിൽ ഇടയ്ക്കിടെ കാടുകളും വീടുകളും കൃഷിഭൂമികളും കാണാം. പാത താരതമ്യേന വിജനമാണ്. ടാർ റോഡ് ചെന്ന് അവസാനിച്ച് നാം പിന്നെ ചെമ്മൺ പാതയിലൂടെ മലമുകളിലേക്കുള്ള കയറ്റത്തിന് ജീപ്പിൽ പിടിമുറുക്കിയിരിക്കുന്നു. ജീപ്പ് ആടിയുലയുന്നുണ്ട്. കല്ലുകളും കുഴികളും പാറക്കഷ്ണങ്ങളും നീർച്ചാലുകളും ചാടിക്കടന്നാണ് ജീപ്പിന്റെ സഞ്ചാരം. അത്രയേറെ ശ്രദ്ധ ആവശ്യമുള്ള യാത്ര. എന്നാൽ വിദഗ്ധരായ സാരഥികൾ അനായാസമായി ഈ ചെമ്മൺ പാതയിലൂടെ മലയിടുക്കുകൾക്കും കൊക്കുകൾക്കും ഇടയിലൂടെ വാഹനം മുന്നോട്ട് നയിക്കുന്നു. അപാരമായ ദൃശ്യഭംഗിയാണ് പാതകൾക്ക് ഇരുവശവും. എത്ര ഉഷ്ണത്തിലും ശീതക്കാറ്റ് വീശിയടിക്കുന്നുണ്ട്. കാഴ്ചകളുടെ സമൃദ്ധിയും ഭക്തിയുടെ തീവ്രതയും യാത്രയുടെ കാഠിന്യവുമെല്ലാം ഒത്തുചേരുമ്പോൾ അനവദ്യമായ ഒരു അനുഭവമായി ഈ യാത്ര മാറുന്നു. ശ്രീമൂലസ്ഥാനത്തെത്തി ജീപ്പുകൾ നിൽക്കുന്നു. ഇവിടെ ക്ഷേത്രങ്ങളുണ്ട്, തീർത്ഥക്കുളമുണ്ട്. കുടജാദ്രി മലകളിൽ നിന്നും ഒഴുകിയിറങ്ങി വരുന്ന കുളിരാർന്ന നീർച്ചാലുകളുണ്ട്. മുഖവും കൈകാലുകളും കഴുകി ക്ഷേത്ര ദർശനവും നടത്തി ഇനി മലമുകളിലേക്ക്. ഇടുങ്ങിയ പാതകൾ, പാതകളിൽ നിറയെ കല്ലുകൾ, ഇരുവശത്തും തഴച്ചു വളർന്നു നിൽക്കുന്ന ചെടികളും വൃക്ഷങ്ങളും. ശ്രദ്ധയോടെ പദം വച്ച് പച്ചിലച്ചാർത്തുകളെ വകഞ്ഞുമാറ്റി മല കയറുമ്പോൾ ജീവിതത്തിന് പുതിയൊരു താളം, നവ്യമായൊരു രാഗം കൈവരുന്നു. നാം കുടജാദ്രി മലകളാണ് കയറുന്നതെന്നോർക്കുമ്പോൾ അനുഭൂതികളുടെ മഹാതരംഗങ്ങൾ ഉണരുന്നു മനസ്സിൽ.
8-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ കാലടിയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ആദിശങ്കരൻ നടന്ന വഴികൾ. ആ ഹൃദയം ധ്യാനനിമഗ്നമായിരുന്ന കുടജാദ്രി ശൃംഗമാണ് നമ്മുടെയും ലക്ഷ്യം. 21-ാം നൂറ്റാണ്ടിൽ കുടജാദ്രി മല കയറുന്ന നാം കിതച്ചിരുന്ന് പോകുന്നു. ഒരു സഹസ്രാബ്ദത്തിനു മുമ്പ് ഈ വഴികളെ പിന്നിട്ട ശാങ്കര സ്മൃതിയിൽ നാം വിനയാന്വിതരാകുന്നു. കുടകപ്പാലകൾ വളരുന്ന മലനിരകൾ ആയതിനാൽ ആണത്രേ ഇതിന് കുടജാദ്രി എന്ന പേര് ലഭിച്ചത്. വർഷത്തിൽ 8 മാസങ്ങളിൽ മഴ ലഭിക്കുന്നു ഈ മലനിരകളിൽ. ചുറ്റിനും ഇടതൂർന്നു നിൽക്കുന്ന മഴക്കാടുകൾ സസ്യതരുലതാദികളുടെ വൈവിധ്യവും രൂപവൈചിത്ര്യങ്ങളും തീർത്ഥാടകരെ ആകർഷിക്കുന്നു, അമ്പരപ്പിക്കുന്നു, ആഹ്ലാദിപ്പിക്കുന്നു. ഔഷധ സസ്യങ്ങൾ ധാരാളമുണ്ട് കുടജാദ്രിയിൽ. വിവിധതരം പക്ഷികൾ, മൃഗസഞ്ചയങ്ങൾ എന്നിവയും ഈ കാടുകളിൽ ഉണ്ട്. യാത്രാമധ്യേ വലത്തോട്ട് നീങ്ങിയാൽ ഗണപതി ഗുഹ കാണാം. അതിലൂടെ ഒരു തുരങ്കമുണ്ടത്രേ. കുടജാദ്രി ശൃംഗത്തിന് കീഴെയുള്ള ചിത്രമൂല എന്ന തപസ്ഥാനത്തേക്ക് ഈ തുരങ്കം വഴി ചെല്ലാമെന്നാണ് ചൊല്ല്. മറ്റൊരു പാതയും ചിത്രമൂലയിലേക്ക് ഇവിടെ നിന്നുണ്ട്. കുടജാദ്രിയുടെ മുകളിലേക്ക് ചെല്ലുന്തോറും മലകൾ അനാവൃതമായി നിൽക്കുന്നത് കാണാം. ആകാശത്ത് നിന്നും ഇറങ്ങി വരുന്ന മേഘജാലങ്ങൾ നമുക്ക് കാൽക്കീഴിലാകുന്നു. കോടമഞ്ഞിൻ്റെ പുതപ്പ് നമ്മുടെ ശരീരങ്ങളെ ആവരണം ചെയ്യുന്നു. അഗാധതകളിൽ ധ്യാനനിമഗ്നമായി നിൽക്കുന്ന മലനിരകളിലെ തരുനിരകൾ, ആകാശത്തിൻ്റെ അതിസുന്ദരമായ മേലാപ്പ്, വീശിയടിക്കുന്ന ശൈത്യക്കാറ്റ്. ഒടുവിൽ നാം കുടജാദ്രിയുടെ നെറുകയിൽ കാൽകുത്തുന്നു. കരിങ്കല്ലിൽ തീർത്ത ഒരു ചെറിയ മണ്ഡപത്തിനകത്ത് അദ്വൈതത്തിന്റെ പരമാചാര്യനായ ശ്രീ ശങ്കരാചാര്യരുടെ വിഗ്രഹം. ഈ നടയിൽ വന്ദിക്കാം, ധ്യാനിക്കാം. അകലെ താഴ്വാരത്തിലുള്ള മൂകാംബിക ക്ഷേത്രം കാണാം. നാം അങ്ങനെ ജീവിതത്തിന്റെ പുണ്യശൃംഗത്തിൽ എത്തിയിരിക്കുന്നു. സർവജ്ഞപീഠം എന്നും ഈ കോവിൽ വിളിക്കപ്പെടുന്നുണ്ട്. ആചാര്യസ്വാമികൾ ഇവിടെയിരുന്ന് ധ്യാനിച്ചാണ് ജഗദംബികയെ പ്രത്യക്ഷയാക്കിയത്. തിരിച്ചിറങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കരുത് എന്നാണ് ചൊല്ല്. എങ്കിലും നാം തിരിഞ്ഞു നോക്കിപ്പോകും. ചില ഇഷ്ടങ്ങളെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് മറക്കാനാകില്ലല്ലോ. ജീവിതമല ഇത്ര കഷ്ടപ്പെട്ട് നാം കയറുന്നതെല്ലാം ഇത്തിരി പോന്ന ചില ഇഷ്ടങ്ങൾ കൊണ്ടല്ലേ. ചിലപ്പോൾ നാം തളരും, ചിലപ്പോൾ കാലിടറും, താഴെ വീണെന്നും ഇരിക്കും. പക്ഷെ അമ്മ കൂടെയുണ്ട്, അതിനാൽ തകരില്ല.
വീണ്ടും താഴ്വാരത്തിലെത്തി ജീപ്പിൽ കയറി കൊല്ലൂരിലേക്ക് മടങ്ങാം. കയറ്റം എന്ന പോലെ ഇറക്കവും സവിശേഷ അനുഭവമാണ്. നാം അങ്ങനെ കൊല്ലൂരിലേക്ക്. കൊല്ലൂരിലെത്തിയാൽ ഉടനെ സൗവർണികയെ ലക്ഷ്യമാക്കി നടക്കുന്നു. കുടജാദ്രിയുടെ മുഴുവൻ പുണ്യവും ഒറ്റ സ്നാനത്തിൽ സൗവർണിക നമുക്ക് പകരുന്നു. സങ്കട സഞ്ചയങ്ങൾ അലിഞ്ഞ് ഇല്ലാതെയാകുന്നു. ജീവനിൽ പുതിയൊരു വെളിച്ചം പടരുന്നു. പ്രദോഷസന്ധ്യയിൽ സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആയിരമായിരം ദീപങ്ങളുടെ പ്രഭ, മണിനാദങ്ങൾ, താളമേളങ്ങൾ, ഒഴുകി നിറയുന്ന ഭക്തജനസഹസ്രങ്ങൾ. അകത്ത് ശ്രീകോവിലിൽ സ്വയംഭൂലിംഗത്തിലും പഞ്ചലോഹ വിഗ്രഹത്തിലും അഭൗമ ദീപ്തി പകരുന്ന കൊല്ലൂരിലെ സിന്ദൂര തിലകാഞ്ചിതയുടെ ദർശനം. ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം?